ഇവന്റ് മാനേജ്മെന്റ് ടീമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ, അവർ ചെയ്യുന്ന കാറ്ററിംഗ് സർവീസിന്റെ ഒക്കെ വീഡിയോസ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് കിട്ടിയ പണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളും ഡിപ്പാർട്ട്മെന്റ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് തരാനാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം അവർ 2017 മുതൽ അങ്ങോട്ട് ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകളുടെ വീഡിയോസ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തു. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമുകളുടെ ഏകദേശം എമൗണ്ട് ഒക്കെ കണക്കാക്കി അവിടെ ഒരു GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് ഒരു 71 ലക്ഷം രൂപ ടാക്സ് അടക്കണമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് പോയി. അങ്ങനെ അതിനെതിരെ അവർ ഈ പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് ടീം ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ അവസാനം അതായത് നമ്മുടെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ വലിപ്പവും, ഇത്ര ആൾക്കാർക്ക് ഫുഡ് കൊടുത്തു, ഇന്ന വലിയ പരിപാടിയാണ്, യൂട്യൂബേഴ്സിനെ കൊണ്ടുവരുന്നത്, ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പം അതിനെ വാല് പിടിച്ചിട്ട് ഇതേപോലെ ഇൻകം ടാക്സുകാരും GST കാരും ഒക്കെ എന്ത് ചെയ്യാം, വരാം. എന്തായാലും ഇത് ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ടീമിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും.